ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. മക്കളെ, ഒരാളവിടെ ഇരുന്ന് ടി വി കാണുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലെ വോയിസ് മ്യൂട്ട് ചെയ്തു. അപ്പോൾ അതാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കണത്. അപ്പോൾ അതിൽ കാർട്ടൂൺ ഓടുന്നുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് നോക്കുകയാണ്. എന്നെ നോക്കിയിട്ട് എവിടെ നിന്നായി ശബ്ദം വന്നതെന്ന് നോക്കി ചിരിക്കുകയാണ് ഗൈസ്. കളിപ്പാട്ടൊക്കെ മുന്നിൽ കിടക്കുന്നുണ്ട്. കുറേ അതിൽ കളിക്കും, കുറേ ടി വി കാണും, കുറേ അതിൽ കളിക്കും, പിന്നെ ഇങ്ങോട്ട് നോക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ വികൃതികളും കുസൃതികളും പരിപാടികളൊക്കെ. ഇരിക്കാനൊക്കെ ഉള്ള ആരംഭമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഒരാളൊരു സപ്പോർട്ട് വേണം. കുറേ ആൾക്കാർ ചോദിച്ചു നമ്മൾ പിടിച്ചിരുത്താനായിട്ടാണ് കുട്ടി ഇരിക്കാത്തത് ഗൈസ്. നമ്മൾ ഇരുത്താറൊക്കെ ഉണ്ട്, പക്ഷെ അവള് ചെയ്യണം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ പിടിച്ചിരുത്തുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നറിയോ, കാലുകൊണ്ട് ബലം കൊടുക്കും. ബലം കൊടുത്തിട്ട് ഇങ്ങനെ പുറകോട്ട് തള്ളുമ്പോ എന്താക്കും, അവൾക്ക് എഴുന്നേക്കാൻ പറ്റുമെന്ന് അവൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കണ്ടോ. അപ്പോൾ ചക്കര പിടിച്ചിട്ടൊന്നുമില്ല. ചക്കര നോക്കട്ടെ, കണ്ടോ, ചക്കര പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ബാലൻസിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ലപോലെ ഇരിക്കണം. സാധാരണ ഈ പ്രായത്തിലൊക്കെ ഇതിൽ കൂടെയൊക്കെ ഓടി നടക്കാനുള്ളതാണ് ഇല്ലേ ഇമ്മ? ഈ സമയത്തൊക്കെ പിടിച്ചു നടക്കാനുള്ളതാണ് ഇല്ലേ? പിടിച്ചു നടക്കാനുള്ള പരുവമാണ്, സമയമാണ്. പക്ഷെ എന്താക്കണില്ല, എൻ്റെ കുട്ടി ഇങ്ങനെ എഴുന്നേക്കണം. ദാ ടോയ്സ് എവിടെ, ടോയ്സ് എവിടെ? കണ്ടോ, ഇതാണ് ഇവിടുത്തെ പരിപാടികൾ. എവിടെ? വളയിട്ട് കൊടുക്ക് ചക്കരെ, വളയിട്ട് കൊടുക്ക് ചക്കരെ. ചക്കരന് പിടി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് പിന്നെ ചക്കര ഉണ്ടായിരുന്നതാണ് കേസ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ രീതികൾ. ഇങ്ങനെ എഴുന്നേറ്റ് നിക്കണം, അവക്ക് നിക്കണം. അലാന, നീയാണോ അലാന? എന്തിനാ അലാനെന്ന് വിളിച്ചപ്പോ നോക്കിയത്? അലാന നീയാണോ? അലാന നീയാണോ അലാന? കളിയും ചിരിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നേരം പോണെന്ന് അറിയില്ല. ഇനിയിപ്പോ പാലക്കാട്ടേക്കും പോകുമ്പോ എന്ത് ചെയ്യും ഉമ്മ? എന്ത് എന്നാ നിങ്ങളും വരി. ഇനിയിപ്പോ എപ്പോഴത്തേം പോണ പോലെ ആവൂല നമ്മളിനി പാലക്കാട്ടേക്ക് പോയി വരുമ്പോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന്റെ കളിയും ചിരിയൊക്കെ ആയതിനു ശേഷം വീട്ടിൽ നിന്ന് ഇനിയിപ്പോ 1 ദിവസമായാലും 10 ദിവസമായാലും എത്ര ദിവസമായാലും നമ്മള് വീട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാവും. വീട് ഉറങ്ങിപ്പോകൂലേ? ചെറിയ മക്കളുള്ള വീട് അങ്ങനെ തന്നെയാണ്, കളിയും ചിരിയും വെള്ളമൊക്കെ ആയിട്ട്. അപ്പോ എന്താ ഇവിടെ ചെയ്യണം? വെള്ളം ചെയ്യും. ഓയ് ഹലോ, കാർട്ടൂൺ കാണുകയാണ്. അതാക്കണം അലാനെ. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയും ഇപ്പം തന്നെ എന്തിനാ ടി വി കാണിച്ചു കൊടുക്കണതെന്ന്. ഓൾറെഡി കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വി അല്ലേ കാണിച്ചു കൊടുക്കണുള്ളൂ, മൊബൈൽ കാണിച്ചു കൊടുക്കണല്ലോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മൊബൈലും ഇതൊക്കെ കണ്ട് ഇതാക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, മൊബൈൽ കാണിച്ച് വല്ലാതെ ശീലിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ടി വി വാങ്ങിയത്. അതാകുമ്പോൾ ടി വി ആകുമ്പോൾ നോക്ക് ഇത്രയും ദൂരത്തുനിന്ന് അതവിടെ നിന്ന് അങ്ങനെ കണ്ടോളും. പക്ഷേ മൊബൈലാകുമ്പോൾ നമ്മളെ കണ്ണിനകത്ത് ഇത്രയും അടുത്ത് വെച്ച് കണ്ട് കണ്ണിന് അത്രയും ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ടി വി കാണിക്കണത്, ഈ കാർട്ടൂൺ കാണിക്കണതൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയുള്ളൂ ഇനിയുള്ള തലമുറകൾ വളർന്നു വരണതും ഇനി വരണതൊക്കെ. അതെ, അതാണ് ഓരോ സമയം കഴിയുമ്പോൾ അത് മാറും. ഇപ്പം തന്നെ നമ്മൾ വീഡിയോയുടെ നമ്മൾ ഇവളുടെ വീഡിയോയിലേക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവളുടെ തുടക്കത്തിലൊക്കെ നമ്മളാ പാസിഫയർ സാധനം ഇല്ലേ, വായിലൊക്കെ നിബിളുമായിരുത്തത്, അത് ഉപയോഗിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു എന്താ നിങ്ങൾക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുക്കണം, എന്തിനാണ് അത് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു. അതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ അടുത്ത് കാണുന്നുണ്ടോ? ആ സാധനം കാണുന്നില്ലല്ലോ. എത്രയോ നാളുകൊണ്ട് നമ്മൾ ആ സാധനം നിർത്തി. അതങ്ങനെ തന്നെയാണ് ഓരോ നിർത്തിയത്. അതെ, അപ്പം അതായത് ഒരു കാലഘട്ടം വരെ, ഒരു സമയം വരെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ കുപ്പിയിലും കുടിക്കുമായിരുന്നു ഇതേപോലെ. അതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ പാല് കൊടുത്ത് ശീലിപ്പിക്കരുത് എന്ന്. അതും മാറാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യണ സമയത്ത് ഓവറായിട്ട് അവള് പിന്നെ എടുക്കുമ്പോൾ, അതായത് മിൽക്ക് എടുക്കുമ്പോൾ
തരിപ്പിൽ കയറുന്ന പ്രശ്നം ഉണ്ടായിരുന്നു, മണ്ടേ കയറുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സംഭവം ചെയ്തത്. അതേപോലെ തന്നെ കരയുമ്പോഴും ഓവറായിട്ട് കരയുമ്പോൾ ആ ഒരു നിപ്പിള് മാറ്റുന്ന സാധനം അത് വായിൽ വെച്ച് കൊടുക്കുന്നതും കരഞ്ഞിട്ട് ശ്വാസം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു, ഒരു സമയത്ത് നിന്നെന്ന് പറഞ്ഞ പോലെ തന്നെ ടി വി കാണലും കുറച്ച് കഴിയുമ്പോൾ നിന്നോളും, ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ, റെഡി ആയിക്കോളും, അങ്ങനെ തന്നെയാണ് ഗൈസ്. അപ്പോൾ അത് ഇനിയിപ്പോ ഇതേപോലത്തെ ടോയ്സ് ഒക്കെ കണ്ടില്ലേ, ഒക്കെ കണ്ട ആക്ടിവിറ്റീസിനുള്ള ടോയ്സ് ആണ്. എന്താണ് ഹലോ, കരയണ്ട 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 കരയണ്ട, എന്തിനാ കരയണത്, എന്തിനാ കരയണത്? അതാ അമ്മമ്മ വിളിക്കണു, അമ്മമ്മ വിളിക്കണു. മോളില് വല്ല വരുന്നുണ്ടല്ലേ ചോക്കര്? കരണ്ട 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 ഗൈസ്. അപ്പൊ നമ്മുടെ ഇതാണ് പരിപാടി, കണ്ടോ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, നമ്മള് അങ്ങനെ ഇപ്പൊ എത്ര നോമ്പായി കറക്റ്റ് 19 നോമ്പായിട്ടുണ്ട് അല്ലേ? അൽഹംദുലില്ലാ 19 നോമ്പായിട്ടുണ്ട്. നോമ്പ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടുണ്ട്, നല്ല ചൂട് തന്നെയാണ്. രണ്ടാമത്തെ 10 തീരാറായില്ലേ? അപ്പോ ഇനി ഒരു ഏകദേശം എത്ര നോമ്പ് കൂടി ഉണ്ടാവുമ്പോ 11 നോമ്പല്ലെങ്കിൽ 10 നോമ്പ് കൂടി അല്ലേ? ഇൻഷാ അല്ലാഹ് 11 10 നോമ്പ് കൂടി ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചെറിയ പെരുന്നാൾ വരികയാണ്. ചെറിയ പെരുന്നാളിന് ശേഷം നമ്മൾ പാലക്കാട്ടേക്ക് പോകണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കരയുടെ വീട്ടിലേക്ക് പോകണം. ചക്കര വീട്ടിലേക്ക് പോകണ്ടേ? മനയൊക്കെ കാണണ്ടേ? ഉമ്മാനെ ഉമ്മമാനെ പപ്പാനെ എല്ലാവരെയും കാണണ്ടേ? എല്ലാവരെയും കാണണം എന്ന് പറയണത്. അപ്പോൾ പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ പോവാം നമ്മള്? കാറിൽ പോണോ, ബസ്സിന് പോണോ, ട്രെയിനിന് പോണോ, ഏതാ നല്ലത്? അതായത് ഇപ്പോൾ അടുത്തതായത് നമ്മളെ പെരുന്നാളിനെ പാലക്കാട്ടേക്ക് യാത്ര പോകുമ്പോൾ കരയണ്ട 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 കരയണ്ട, അത് കൊടുക്ക് ശക്കര, ഷോള് കൊടുക്ക്, ഷോള് കൊടുക്ക്. അതിനാണ് കരയണത്തിന് അത് കൊടുക്കുക. എന്തിനാണ് നിർബന്ധം പഠിപ്പിക്കുന്നത്? കൊടുക്കും. അപ്പൊ നമ്മള് പോണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വാപ്പായും ഉമ്മായും ഇവ രണ്ടാളും വരണില്ല അറിഞ്ഞു. നിങ്ങൾ എന്താ വരാത്ത? പോയിട്ട് വന്നിട്ട് പോവാന്നാ? അമ്മ പറഞ്ഞു അവരിപ്പോ വരണില്ല, നിങ്ങൾ നമ്മളോട് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ചക്കര നമ്മള് 3 നാളും പോവാണ്. അപ്പോൾ പോണത് ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനിന് പോണതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ നമ്മൾ പോകുമ്പോ വാപ്പായി ഉണ്ടാവാറുണ്ട് കാർ ഓട്ടാൻ. നിങ്ങൾ സർപ്രൈസ് ആയിട്ട് വരാൻ നിൽക്കുകയാണ്. ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ട് വരാൻ നിൽക്കണം എന്നിട്ട് വരണത്. അപ്പൊ കാറിലാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഓടിച്ച് പോണേ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഒറ്റയ്ക്കേ ഉള്ളു ഓടിക്കാന്. പിന്നെ രാത്രി ഓടിച്ച് എല്ലാം ഓടിച്ചെങ്കിൽ പോയാൽ മതി, മനസ്സിലായില്ലേ? പക്ഷെ ഏറ്റവും സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവും കുറവാണ്. പിന്നെ നമ്മൾ അതിൽ കയറി ഇരുന്നാലും എന്ത് ചെയ്യാം, ഒരു 8 മണിക്കൂറിൻ്റെ അവിടെ എത്തുകയും ചെയ്യാം. റിസ്ക് ഇല്ല. ആരെങ്കിലും അവിടെ കുനൗഫലോ ആരെങ്കിലും കൂട്ടാൻ വന്നാൽ മതി. അതാണ് കുഞ്ഞിനെ മറ്റത് ഉമ്മ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ മാറി എടുക്കും. വാപ്പ ഉണ്ടാകുമ്പോൾ ഞാനും വാപ്പയും മാറി വണ്ടി ഓടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും കാറിന് പോകണോ ട്രെയിനിന് പോകണോ എന്ന് ഞാൻ ആലോചിക്കണം. ഇപ്പോൾ ട്രെയിനാകും കൂടി ബെറ്റർ ചക്കര, അല്ല നല്ലത് അല്ലേ? ട്രെയിനാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് അതാണ്. അല്ല ഓടിച്ച് പോണേ കുഴപ്പമൊന്നുമില്ല അമ്മ, പക്ഷെ കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാറി എടുക്കാനും ഇതൊക്കെ വേണ്ടേ, നിർബന്ധവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ കംഫർട്ട് കുറവ് ട്രെയിനാ? അതെന്തേ? ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ടോ? അല്ല അത് പ്രശ്നമല്ല. ട്രെയിനിലാണ് നമ്മൾ പോകണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ AC കോച്ച് എടുത്താൽ പോവുക. കാരണം ജനറലൊന്നും നമ്മൾ പോവില്ലല്ലോ. ജനറല് അല്ല ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് AC കോച്ച് തന്നെ. ജനറൽ നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. കാരണം ജനറലാകുമ്പോൾ നല്ല തിരക്കാവും. അല്ല AC എടുത്ത് പോകുമ്പോൾ പിന്നെ തിരക്കുണ്ടാവില്ലേ? എങ്ങനെ വേണോ പോകാൻ കുഴപ്പമില്ല. അല്ല ഞാൻ ട്രെയിനിനാണ് പോകണമെങ്കിൽ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. രാവിലെ പോയാലും വൈകുന്നേരം ആകുമ്പോൾ എത്തും. സാധനങ്ങളിപ്പോൾ എന്തായാലും എൻ്റെ ഒരു തോളത്ത് തൂക്കാനുണ്ടാവുള്ളൂ. തൊട്ടിൽ അവിടെ ഇല്ലേ? അവിടെ ആ സ്റ്റാൻഡില്ലേ തൊട്ടില്? ആ സ്റ്റാൻഡ് കൊടുത്ത സാധനം അവിടെ ഇല്ല. നമുക്ക് എന്തായാലും ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു മറ്റേ കോടാലിയും മൺവട്ടിയും കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ തോളത്തിൽ നമുക്ക് ട്രെയിനിൽ കയറും. അപ്പൊ ആൾക്കാരൊക്കെ ഭാര്യമാരാണ് AC കയറുന്നത് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എനിക്ക് കുഴപ്പമില്ല, കാറിൽ പോകാം, നോ പ്രോബ്ലം. നമുക്ക് പോവാം, കുഴപ്പമില്ല. അല്ല ട്രെയിനിലാണെന്നുണ്ടെങ്കിലേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം.
കാരണം അറിയാലോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലാന അപ്പോ ടിക്കറ്റ് നമുക്ക് ട്രെയിനാണെങ്കിൽ നമുക്ക് എപ്പോഴും ടിക്കറ്റ് എടുക്കണം. അതെ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഏതായാലും ഞാനും നോക്കുന്നത് ട്രെയിനാണ് ചെറിയ ബെറ്റർ. നമുക്ക് ട്രെയിനിന് പോകാം, അതാണ് നല്ലത്. അപ്പൊ എന്തായാലും നമ്മള് ട്രെയിനിൽ പോവാന്നാണ് വിചാരിക്കുന്നത്. അല്ല ഓടിക്കണത് ഞങ്ങൾ ഇപ്പൊ പകലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, രാത്രിയാണെങ്കിലും ഓക്കെ. രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഓടിച്ചോണ്ട് പോവാം. വേണമെന്നുണ്ടെങ്കിൽ പകല് ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റ് നോക്കാം നമുക്ക്. അതാണ് ബെറ്റർ. ഉച്ചക്കൊക്കെ ഇവിടെ നിന്ന് അന്ന് ഉമ്മയൊക്കെ പോയ ട്രെയിനില്ലേ, ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പോയാൽ ഒരു 6-6:30 മണിക്ക് ഇവിടെ എത്തുന്ന ട്രെയിൻ വൈകുന്നേരം. അന്ന് ഉമ്മ ലാസ്റ്റ് പോയില്ലേ, ആ ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും. ആ ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. പക്ഷെ അതാ നോക്കട്ടെ, ആ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ആ ട്രെയിൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് അതിന് പോവാം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ട് പറയാം. അതാവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നീ പറഞ്ഞ പോലെ മറ്റേ തൊട്ടിന്റെ മൺവെട്ടി കയറ്റണ പാടുള്ളൂ. നോക്കാം നമുക്ക്. അതാണ് ഞാൻ ചോദിച്ചത് എന്നോട്. ചോദിച്ചു നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോകാം, നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പ്ലീസ്. അപ്പോൾ ലനമോൾക്ക് പോകണ്ടേ മമ്മാൻ്റെ അടുത്ത്? മമ്മാൻ്റെ അടുത്ത് പോകണ്ടേ? കുഞ്ഞു പെണ്ണേ അലേഹ താത്താനെ കാണണ്ടേ? അലേഹ താത്താനെ കാണണം, ഐബു അഞ്ജനെ കാണണം. നോക്കണല്ലോ, ഇവിടെ നോക്കല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം. അപ്പൊ എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ട് പറയാം. ട്രെയിനിൽ തന്നെയാവും മിക്കവാറും പോകാനുള്ള ചാൻസ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും നോമ്പ് കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നലെ ഒരു നോമ്പുറക്കൽ ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് മാമൻ്റെ അവിടെ വീട്ടിലായിരുന്നല്ലേ അമ്മ നോമ്പുറക്കൽ? നമുക്ക് പോത്തങ്കോട് മാമൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇന്നലെ എല്ലാവരുമായിട്ട് നോമ്പുറക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്നലെ പോയിട്ട് വന്നപ്പോൾ രാത്രിയായി. അപ്പോൾ അതാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല നമുക്ക്. അതിൻ്റെ തിരക്കിൽ കാര്യങ്ങളൊക്കെ ആയിപ്പോയി. നമ്മൾ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ പോയതാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും വൈകുന്നേരം 4 മണി ടൈമിൽ പോയതാണ്. വന്നപ്പോൾ രാത്രി ഒരു 9-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ചിട്ട് കാണാം. അപ്പോൾ അവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.